A sudden reversal of fortune may bring prosperity and wealth. Here we are discussing such a topic, the world-renowned news by Vaikom Muhammad Basheer. പെട്ടെന്നാണ് സമ്പത്ത് അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അഭിവൃദ്ധി, അത്തരത്തിലൊരു കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ world renowned news, and it is the English translation of the Malayalam story വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് അദ്ദേഹം മലയാളത്തിൽ എഴുതിയ ആ കഥയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ദ വേൾഡ് റിനൗണ്ട് ന്യൂസ്. As we know, Vaikom Muhammad Basheer is the famous Malayali writer known as ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാളി എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ആൻഡ് ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്, ധാരാളം അവാർഡുകൾ നേടിയിട്ടുണ്ട്. ആൻഡ് ഇൻ 1982 ഹി വാസ് ഓണേർഡ് വിത്ത് പത്മശ്രീ. 1982 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. ആൻഡ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ എൻ്റെ ഉപ്പൂപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി, മതിലുകൾ എക്സെട്ര. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ കൃതികൾ എൻ്റെ ഉപ്പൂപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു, അതേപോലെ തന്നെ ബാല്യകാല സഖി, മതിലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ കൃതികൾ. ദ വേൾഡ് റിനൗണ്ട് ന്യൂസ് ബൈ Vaikom Muhammad Basheer, and it is the English translation of his famous story Viswavikhyathamaya Mooku. And the hero of the story is a 24-year-old young man who was not famous, and he is a cook. ഒരു കുക്കാണ്. 24 വയസ്സുള്ള ഒരു ഹീറോ, യങ് മനുഷ്യനാണ് അദ്ദേഹം. ആൻഡ് ഹി ഈസ് എ കിച്ചൺ വർക്കർ ആണ്. ആൻഡ് ഹി ഈസ് വർക്കിംഗ് ഇൻ എ ഹോട്ടൽ, ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വ്യക്തി. ആൻഡ് ഹി കുഡിൻറ്റ് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്, ഓർ ഹി ഈസ് നോട്ട് ഇന്റലിജന്റ്. എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, അതേപോലെ തന്നെ അധികം വലിയ കാര്യവിവരങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി. ആൻഡ് ഹിസ് വേൾഡ് വാസ് കൺഫൈൻഡ് ടു ദ കിച്ചൺ. അദ്ദേഹത്തിന്റെ ലോകം ആ ഒരു അടുക്കളയാണ്, ആ ഹോട്ടലിലെ അടുക്കളയാണ് അദ്ദേഹത്തിന്റെ ലോകം. ആൻഡ് ഹി വാസ് ടോട്ടലി ഇൻഡിഫറൻറ്റ് ടു ദ ഹാപ്പനിങ്സ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ് ഔട്ട്സൈഡ്. ആ കിച്ചന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതായത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ, ആ ഒരു അടുക്കള എന്ന ലോകത്തിൽ 4 ചുവരുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലോകം, അതിനപ്പുറം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ഹി ക്യാൻ ഈറ്റ് ആസ് മച്ച് ആസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ, സ്ലീപ്പ് ആൻഡ് വർക്ക്, ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഡെയിലി റൂട്ടീൻ. അദ്ദേഹത്തിന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അതേപോലെ ജോലി ചെയ്യുക. ഈ ഒരു 3 കാര്യങ്ങൾ, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന ആ ഒരു എപ്പിക്യൂറിയൻ തിയറി പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ലോകം, സൗഭാഗ്യം എന്നത് ആവശ്യമുള്ളത് കഴിക്കുക, ഉറങ്ങുക, ജോലി ചെയ്യുക, ഈ ഒരു ലോകമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഡെയിലി റൂട്ടീൻ, അദ്ദേഹത്തിന്റെ പതിവ് ശീലം ഇതാണ്. ആൻഡ് ഹി ഈവൻ ഡു നോട്ട് നോ ദ നെയിംസ് ഓഫ് ദി മന്ത്സ് ഓഫ് ദി ഇയർ. നമുക്കറിയാം അല്ലെ, ഒരു വർഷത്തില് എത്ര മാസം ഉണ്ടെന്നോ ആ മാസങ്ങളുടെ പേരെന്താണെന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ഒരു മനുഷ്യൻ. അത്രത്തോളം പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. ആൻഡ് ഹിസ് മദർ കളക്ട്സ് ഹിസ് സാലറി അറ്റ് ദ റൈറ്റ് ടൈം. ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ സാലറി, മാസം കിട്ടുന്ന പൈസ കൃത്യസമയം, മാസം കൂടുന്ന ആ ഒരു സമയത്ത് തന്നെ അമ്മ വന്ന് വാങ്ങും. ആൻഡ് ഹി ലെഡ് എ കണ്ടന്റഡ് ലൈഫ് ടിൽ ഹിസ് 24th years of age. അങ്ങനെ സംതൃപ്തമായ ഒരു ജീവിതമാണ് അദ്ദേഹം 24 വയസ്സ് വരെ നയിച്ചുകൊണ്ടിരുന്നത്. കണ്ടന്റഡ് മീൻസ് ഹാപ്പി ലൈഫ്, സാറ്റിസ്ഫൈഡ് ലൈഫ്. ആൻഡ് ദെൻ ഹിസ് ന്യൂസ് ബിഗാൻ ടു ഗ്രോ ഡെയിലി സ്ലൈറ്റ്ലി ഇൻ ലെങ്ത്. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ മൂക്ക് ഓരോ ദിവസവും വളരാൻ തുടങ്ങി. ആൻഡ് വിതിൻ എ മന്ത് ദ നോസ് റീച്ച്ഡ് ഹിസ് നേബർ. ഒരു ആനയുടെ തുമ്പിക്കൈ പോലെ അതിങ്ങനെ വളരാൻ തുടങ്ങി. ഏകദേശം ഒരു മാസം ആകുമ്പോഴത്തേക്ക് തന്നെ അത്രത്തോളം ഒരു വളർച്ചയിലേക്ക് എത്തി. ആൻഡ് ദസ് ബിക്കോസ് ഓഫ് ഹിസ് നോസ് ഹി വാസ് ഡിസ്മിസ്ഡ് ഫ്രം ഹിസ് സർവീസ്. അങ്ങനെ ഈ ഒരു മൂക്ക് കാരണം അദ്ദേഹത്തിന്റെ ആ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. നോ വൺ കെയിം ടു ഹെൽപ്പ് ഹിം ഇൻ ദിസ് ക്രൈസിസ്. ഈ ഒരു നിർണായക അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു,
ആ ഒരു വരുമാനമാണ്, ആ ഒരു 4 ചുവരുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് ആരും തന്നെ അദ്ദേഹത്തിന്റെ സഹായത്തിനായി വന്നില്ല. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസോ ആരും തന്നെ, ഒരു വ്യക്തി പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. ആൻഡ് ഹി വാസ് ഡിസ്മിസ്ഡ് ബിക്കോസ് ദ പീപ്പിൾ ഇൻ ഹിസ് വർക്കിംഗ് പ്ലേസ് couldn't find peace as there are lots of people to visit him day and night to see his long loss. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം ആ ജോലി സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു സമാധാനമില്ലായിരുന്നു. കാരണം there were a lot of people to visit him to see his nose. അദ്ദേഹത്തിന്റെ ആ ലോങ് നോസ്, മൂക്ക് വളർന്നത് കാണാൻ വേണ്ടിയിട്ട്, ആ വളർന്ന മൂക്ക് എന്താണ് എക്സ്ട്രാ ഓർഡിനറി കാര്യമാണ്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ ഒരുപാട് ആളുകൾ വന്നു. ആ ആളുകളുടെ ജനപ്രവാഹം കൊണ്ട് അദ്ദേഹത്തിന് ആ ജോലി സ്ഥലത്ത് സമാധാനമില്ലാതെയായി. അങ്ങനെയാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ബിക്കെയിം ആൻഡ് ന്യൂസൻസ്. ജനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സ്, അതേപോലെ ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരൊക്കെ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ കുക്ക് ഫെൽറ്റ് സ്റ്റാർവിങ് ആസ് ഹി ലോസ് ഹിസ് ജോബ്. തന്റെ ജോലി നഷ്ടപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് എന്താണ് പട്ടിണി തുടങ്ങി. അതായത് അന്നു കിട്ടുന്ന സാലറി കൊണ്ട് ജീവിച്ചതാണ്. അപ്പൊ ആ ഒരു ജോലി നഷ്ടപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് വരുമാനം ഇല്ലാതെയായി. അപ്പോഴേക്കും പട്ടിണി അദ്ദേഹത്തെ ബാധിച്ചു. ആൻഡ് there were no money in the hut. ഒരു ചെറിയ കുടിലാണ് അദ്ദേഹത്തിന്റെ വീട്, അവിടെ പൈസയൊന്നുമില്ല. ആൻഡ് one day he asked his old mother to get out the horrid people who are disturbing him. ഒരു ദിവസം അദ്ദേഹം അമ്മയോട് പറഞ്ഞു, സഹിക്കവയ്യാതെ പറഞ്ഞു, ഈ ജനങ്ങളെ എല്ലാം ആട്ടി പുറത്താക്കണം. കാരണം ഒരു സ്വസ്ഥത കിട്ടുന്നില്ല ജീവിതത്തിൽ. പട്ടിണി ഒരറ്റത്ത്, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ഒരറ്റത്ത്. അതുകൊണ്ട് ഇതിനെല്ലാം, ഈ ആളുകളെ, തന്നെ കാണാൻ വരുന്ന എല്ലാ ആളുകളെയും പുറത്താക്കാൻ പറഞ്ഞു. ആൻഡ് ദ ബാഡ് ലക്ക് ദെൻ ടേൺഡ് ഇൻടു എ ഗുഡ് ഫോർച്യൂൺ. ഈ ഒരു മോശം അവസ്ഥ, ഇത്രയും കാലം തന്റെ മൂക്കിനെ ശപിച്ചുകൊണ്ടിരുന്ന ആ ഒരു മനുഷ്യൻ തന്റെ മൂക്ക് കാരണം ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു നിർണായക നിമിഷം പെട്ടെന്ന് തന്നെ ഒരു സൗഭാഗ്യമായി മാറുന്നു. The people began to bribe the mother to see her son's long nose. ഈ ജനങ്ങളെ ആട്ടി പുറത്താക്കിയ സമയത്ത്, ജനങ്ങളെ എല്ലാം പുറത്താക്കി വാതിലടച്ചു. ഈ സമയത്ത് ആളുകൾ കൂട്ടത്തോടു കൂടി അവിടെ നിന്നു. അവര് കൈക്കൂലി കൊടുക്കാൻ തുടങ്ങി. അതായത് പൈസ കൊടുക്കാം, ഈ ഒരു നോസ്, ഈ ഒരു ലോങ് നോസ്, ആ ഒരു നീണ്ട മൂക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പൈസ കൊടുക്കാൻ തുടങ്ങി. ആൻഡ് though some people complained about it, the government didn't take any action against it. ആളുകൾ ഇതിനെതിരെ പരാതി കൊണ്ടുവന്നു. അതായത് എന്താണ്, കൈക്കൂലി കൊടുത്ത് ഇങ്ങനെ മൂക്ക് കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പരാതി കൊടുത്തു. പക്ഷെ ഗവൺമെന്റ് അതിൽ ഇടപെടാൻ തയ്യാറായില്ല. ആൻഡ് ഹിസ് ഇൻകം began to grow day by day. അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി. അതായത് ധാരാളം ആളുകൾ ആ മൂക്ക് കാണാൻ വേണ്ടി വന്നു. അവരൊക്കെ പൈസ കൊടുത്തു. വിതിൻ 6 years he became a millionaire. 6 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഒരു മില്യനെയർ ആയി മാറി. ആൻഡ് thus his nose brought him fame, wealth and publicity. അങ്ങനെ അദ്ദേഹത്തിന്റെ മൂക്ക് അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും പണവും ഒക്കെ കൊണ്ടുവന്നു. ആൻഡ് he acted thrice in films. 3 പ്രാവശ്യം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു. The Human Submarine, the feature film, attracted people with its technicolor. അദ്ദേഹത്തിന്റെ ഒരു ഫീച്ചർ ഫിലിമാണ് ദ ഹ്യൂമൻ സബ്മറൈൻ. അത് ധാരാളം ജനങ്ങളെ ആകർഷിച്ചു. അതിന്റെ ആ ഒരു ടെക്നിക് കളർ കാരണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അട്രാക്ഷൻ കാരണം അത് ജനങ്ങളെ ആകർഷിച്ചു. ആൻഡ് 6 parts wrote epic poems about the noble qualities of the long nosed one. ഇവിടെ മൂക്കൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോങ് നോസ്ഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മൂക്കൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ മൂക്കനെ കുറിച്ച് 6 കവികള് 6 എപ്പിക് പോംസ് എഴുതിയിട്ടുണ്ട്, ഇതിഹാസങ്ങൾ. ആൻഡ് 9 well-known poets wrote biographies about this long-nosed one and won fame and popularity. 6 കവികൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രം 6 കവികൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കൂടുതൽ പ്രശസ്തനായി മാറി. ആൻഡ് ഹിസ് ഹൗസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കാസിൽ ആൻഡ് ഇറ്റ് വാസ് ഓപ്പൺ ടു ദ ഗസ്റ്റ്. അദ്ദേഹത്തിന്റെ വീട് പണ്ടൊരു കുടിലായിരുന്നു, ഇപ്പൊ അതൊരു കൊട്ടാരമാണ്. കൊട്ടാര സദൃശ്യമായ ആ വീട് എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടാണുള്ളത്. അതായത് ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും അവിടെ എത്താം. ആൻഡ് എനിവൺ വിൽ ബി ഗിവൺ ഫുഡ് അറ്റ് എനി ടൈം. ഏത് സമയത്ത് ചെന്നാലും ഭക്ഷണം കൊടുക്കും. അത്രത്തോളം
സൗഭാഗ്യമുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. ആൻഡ് ഹി ഹാഡ് 2 ഫീമെയിൽ സെക്രട്ടറീസ്. അദ്ദേഹത്തിന് 2 സുന്ദരികളായ സെക്രട്ടറിമാരുണ്ട്. ആൻഡ് ബോത്ത് ഓഫ് ദം ലവ്ഡ് ആൻഡ് വർഷിപ്ഡ് ഹിം. രണ്ടുപേരും അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി. ആൻഡ് thus trouble arise in his life as both of them began to love the same person. അങ്ങനെ 2 സുന്ദരിമാരായ സെക്രട്ടറിമാരും അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഒരാളെ തന്നെ 2 പേരാണ് സ്നേഹിക്കുന്നത്. അതിന്റെ പേരിൽ ചില്ലറ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആൻഡ് പീപ്പിൾ began to love the Mooku, the long nosed one. ജനങ്ങള് ഇദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി, ജനങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ധാരാളം ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തി. The people believe that the long nose reaching down to his navel is a sign of greatness. ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ആ മൂക്ക് അദ്ദേഹത്തിന്റെ ഭാഗ്യമാണ്, ശ്രേഷ്ഠതയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. ആൻഡ് he began to give comments on world events. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ തുടങ്ങി. അതായത് അത്രത്തോളം ഫേമസ് ആയ വ്യക്തിയാണ്. ഓരോ ആളുകളും അദ്ദേഹത്തോട് അഭിപ്രായം, അതായത് ചാനൽസുകൾ, അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം അതിന് കമന്റുകൾ പറയാനും തുടങ്ങി. ആൻഡ് വൺ ഓഫ് ഹിസ് സെക്രട്ടറീസ് took a revenge on him for refusing to join her party. നമ്മൾ പറഞ്ഞു 2 സുന്ദരികളായിട്ടുള്ള സെക്രട്ടറിമാരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൽ ഒരുത്തി അദ്ദേഹത്തിനെ ചതിക്കുന്നു, അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നു. കാരണം അവളുടെ ഒരു പാർട്ടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ തയ്യാറായില്ല. ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ തയ്യാറാകാത്തത് കാരണം ഇവള് കുറച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി. അതായത് ഷീ ആർഗ്യൂഡ് ദാറ്റ് ഹിസ് നോസ് വാസ് മെയ്ഡ് ഓഫ് റബ്ബർ ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. അവള് പറഞ്ഞു വരുത്തിയത് അദ്ദേഹത്തിന്റെ ആ ഒരു മൂക്ക് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, റബ്ബർ ആണ് എന്ന് പറഞ്ഞു വരുത്തി. അങ്ങനെ he was arrested. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. And the authorities tested his nose and the problem was resolved and declared that it was original. അങ്ങനെ ആ ഒരു പ്രശ്നം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരുന്നു. അങ്ങനെ പ്രസിഡന്റ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അവരുടെ ഒക്കെ നേതൃത്വത്തിൽ അവരൊക്കെ സന്നിഹിതരായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൂക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ നോസ്ട്രിൽസ് അടച്ചുകൊണ്ടാണ്. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് അദ്ദേഹം വായിലൂടെ ശ്വാസം എടുക്കുന്നു. പിന്നീട് മറ്റൊരു ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്നത് നീഡിൽ കുത്തി നോക്കിയിട്ടാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് നീഡിൽ കുത്തി നോക്കുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹി ക്യാൻ സീ ബ്ലഡ്. ആ നീഡിൽ കുത്തി നോക്കുന്ന സമയത്ത്, സൂചി കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് രക്തം ഉണ്ടാകുന്നു, അതേപോലെ നീഡിലും രക്തം ഉണ്ടാകുന്നു. അങ്ങനെ ടെസ്റ്റിൽ അദ്ദേഹം വിജയിക്കുന്നു. അങ്ങനെ ഇത് ഒറിജിനൽ ആണ്, ഈ മൂക്ക് ഒറിജിനൽ ആണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ആൻഡ് the president selected him as the member of the parliament. അങ്ങനെ പ്രശസ്തനായ അദ്ദേഹത്തെ പാർലമെന്റ് അംഗമായിട്ട് പ്രസിഡന്റ് സെലക്ട് ചെയ്യുന്നു. ബട്ട് ദി ഒപ്പോസിഷൻ പാർട്ടീസ് ഓപ്പോസിറ്റ്. പക്ഷേ എല്ലാ കാലവും പോലെ തന്നെ നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടി അതിനെ എതിർക്കുന്നു. പ്രസിഡന്റ് അദ്ദേഹത്തെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് അംഗമായിട്ട് തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടി, അതായത് എതിർ സ്ഥാനാർത്ഥികൾ, പ്രതിപക്ഷം അതിനെ എതിർക്കുന്നു. അങ്ങനെ ലോക പ്രശസ്തമായ കാര്യങ്ങൾക്കൊക്കെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി നമ്മളുടെ മൂക്കൻ അങ്ങനെ ഫേമസ് ആയി ജീവിക്കുന്നു. ഇതിൽ നമുക്ക് പല ഐറണി കാണാൻ സാധിക്കും. ഐറണി, ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദി ഐറണീസ്? അതിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ഹി വാസ് എ പുവർ പേഴ്സൺ. വളരെ ഹി ഡസന്റ് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ് ഓർ ഹി ഈസ് നോട്ട് ഇന്റലിജന്റ് അല്ല, അതേപോലെ തന്നെ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ബട്ട് ഇൻ എ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഹി ബിക്കം എ ഫേമസ് മാൻ. ഒരു പ്രശസ്തനായ വ്യക്തി, അതായത് പണം, പ്രതാപം, ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. വിദ്യാഭ്യാസവും വിവരവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ പണം, പ്രശസ്തി അതിലേക്ക് വരുന്നു. ആൻഡ് ഹി ബിക്കെയിം എ വേൾഡ് ഫേമസ് വൺ. അദ്ദേഹം ഒരു വളരെ പ്രശസ്തനായ വ്യക്തിയായി മാറുന്നു. അതേപോലെ തന്നെ ഹിസ് ബാഡ് ലക്ക് ചേഞ്ചസ് ഇൻടു എ ഗുഡ് ലക്ക്. അദ്ദേഹത്തിന്റെ ബാഡ് ലക്ക്, അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, അങ്ങനെ പട്ടിണി ഉണ്ടാകുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് സൗഭാഗ്യം
ഉണ്ടാകുന്നത്. ഇതിൽ മറ്റൊന്ന് എന്താണ്, ഇഫ് ദർ ഈസ് എ ബാഡ് ലക്ക് ദർ വിൽ ബി എ ഗുഡ് ഫോർച്യൂൺ. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം, ഓപ്റ്റിമിസം നമുക്ക് കാണാൻ സാധിക്കും. അതായത് എത്രത്തോളം നമ്മൾ കഷ്ടപ്പാടുകളിലാണ് എങ്കിലും ആ ഒരു സൗഭാഗ്യം നമ്മളുടെ ഇടയിലേക്ക് വരും എന്ന ആ ഒരു വിശ്വാസം കാണാൻ സാധിക്കും. പിന്നീട് മറ്റൊരു ഐറണി, the two secretaries began to love him and worship him. അദ്ദേഹത്തെ രണ്ട് ഫീമെയിൽ സെക്രട്ടറിമാര് രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു, ആരാധിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് മണി. അദ്ദേഹത്തിന്റെ ആ ഒരു പണത്തിന്റെ പേരിലാണ് ആ ഒരു സ്നേഹം. അതുകൊണ്ടാണ് ദ ലേഡി, വൺ ഓഫ് ഹിസ് സെക്രട്ടറീസ്, ടേക്ക് റിവെഞ്ച് ഓൺ ഹിം, അദ്ദേഹത്തെ ചതിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു പണത്തിന്റെ പേരിലുള്ള ബന്ധമായതുകൊണ്ടാണ്. പിന്നീട് ദ പാർലമെന്റ്, ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ദ പ്രസിഡന്റ് ആണ്. ദ പ്രസിഡന്റ് വിഷസ് ടു സെലക്ട് ഹിം ടു ബി ദ മെമ്പർ ഓഫ് പാർലമെന്റ്. പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ പാർലമെന്റ് അംഗമായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഹി നീഡ്സ് ദ അട്രാക്ഷൻ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഇയാൾക്ക് ഉള്ള പ്രശസ്തി തന്റെ ഗവൺമെന്റിലൂടെ നിലനിർത്തുക എന്നുള്ള ആ ഒരു ഐറോണിക്കൽ കോൺസെപ്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാ കാര്യത്തെയും എതിർക്കുന്ന പ്രതിപക്ഷം, അവിടെയും ആ ഒരു ഐറോണിക്കൽ കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.